മലപ്പുറത്ത് ക്രിസ്ത്യൻ കുടുംബത്തിലെ 2 പേരെ നിർബന്ധിത മതമാറ്റത്തിന് വിധേയരാക്കിയെന്ന ആരോപണം. തന്റെ ഭാര്യയും മകനെയും നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്ന പരാതിയുമായി മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശി പി.ടി. ഗിൽബർട്ടാണ് രംഗത്തെത്തിയത്. ടാക്സി ഡ്രൈവറായ താൻ വീട്ടിൽ നിന്ന് പുറത്തുപോകുമ്പോൾ സമീപവാസികളായ മുസ്ലിം സ്ത്രീകൾ വീട്ടിലെത്തി ക്യാൻവാസ് ചെയ്താണ് ഭാര്യയെയും മകനെയും മതം മാറ്റിയതെന്നാണ് ഇയാൾ പറയുന്നത്. പഞ്ചായത്ത് മെമ്പർ നസീറ, ഭർത്താവ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജീവനക്കാരനായ യൂനൂസ് എന്നിവരാണ് നിർബന്ധിത മതപരിവർത്തനത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരകരെന്ന് ഗിൽബർട്ട് ആരോപിക്കുന്നു. എന്നെ കിട്ടില്ല എന്നുള്ള ഉറപ്പ് മേലാണ് ഇവരെ കൊണ്ടുപോയത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ, ഞാൻ ടാക്സി ഫീൽഡാണ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവര് എല്ലാ സ്ത്രീകളും എൻ്റെ വീടിൻ്റെ മുറ്റത്തുണ്ടാവും. അയൽപക്ക ഉള്ള സ്ത്രീകളെല്ലാം എൻ്റെ വീടിന് ചുറ്റും ഇരുന്ന്, അപ്പോൾ ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ പോകുന്നത് ശരിയാണോ? അത് ഞാൻ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം എസ്കേപ്പ് ആവും. ഇവരിങ്ങനെ സ്ത്രീകളെ അടുത്ത് ഇടപെടുന്നത് എനിക്കൊരു സംശയത്തിൻ്റെ ഇട കൊടുക്കാൻ ഞാനത് സംശയത്തോടെ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സ്നേഹത്തോടെയും ഇത്രയും കാര്യമായിട്ട് നിന്ന ഒരു സ്ത്രീ അയൽപക്ക സംവിധാനത്തിനെ ഇവര് എന്നെ തന്നെ പൂർണ്ണമായി എന്നെ വഞ്ചിച്ചുകൊണ്ട് തന്നെയാണ് ഈ മതപരിവർത്തന നേതൃത്വം കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇസ്മായിലിന്റെ ബേക്കറിയിലാണ് ഭാര്യ ജോലിക്ക് പോകുന്നത്. മതം മാറിയാൽ 25 ലക്ഷവും വീടും നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചെന്നും ആരോപണമുണ്ട്. കോഴിക്കോടുള്ള മതപഠന കേന്ദ്രമായ തർബിയത്തിലാണ് ഭാര്യയും മകനും ഉള്ളതെന്നും അവരോട് സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും ഗിൽബർട്ട് ആരോപിക്കുന്നു. നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇസ്ലാം മതത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് അവിടെ ചെന്നപ്പോൾ തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്നും ഗിൽബർട്ട് വെളിപ്പെടുത്തി. CPM നീരോൽപാൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും CITU തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗവുമാണ് ഗിൽബർട്ട്. ഭാര്യയെയും മകനെയും രക്ഷിക്കാൻ പാർട്ടിയോട് സഹായം ചോദിച്ചെങ്കിലും സഹായം ലഭിച്ചില്ലെന്നും ഇയാൾ പറയുന്നു. ക്രൈസ്തവ സംഘടനയായ കാസയുടെ മലപ്പുറം റീജിയന്റെ ഫേസ്ബുക്ക് പേജിൽ ഇക്കാര്യം പങ്കുവച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഷെക്കന ന്യൂസ്.